നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു. മോള് ചെന്ന് അമ്മയോട് ചോദിക്കേ, നിങ്ങളെ പ്രസവിച്ച അമ്മ കള്ളം പറയില്ല. നിങ്ങൾ അച്ഛാന്ന് വിളിക്കുന്ന അയാൾ നിങ്ങളുടെ ആരുമല്ല. നിങ്ങൾ നോക്കിക്കോ, അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ ദേവുവിനെയും കൊല്ലും. ഉണ്ണിമോൾ വാട്ടർ ബോട്ടിൽ കൊണ്ട് ചന്ദ്രദാസിനെ അടിച്ചു. ദുഷ്ടാ, കടന്നുപോ. വണ്ടിയിൽ നിന്ന് ചെറുപ്പക്കാർ ചാടിയിറങ്ങി. അവരെ കണ്ട് ഭയന്നുപോയ വൃന്ദ ഉണ്ണിമോളെ പിടിച്ചു മാറ്റി. ഉണ്ണിമോളെ വാ. ഉണ്ണിമോൾ കിതയ്ക്കുകയും കരയുകയും ചെയ്തു. മോള് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ നിങ്ങളുടെ അച്ഛനാ, ശരിക്കുമുള്ള അച്ഛൻ. മക്കൾക്കത് പിന്നാലെ ബോധ്യമാവും. പോടാ കള്ള, നിന്നോട് വരാനാ പറഞ്ഞത്. ഉണ്ണിമോളെ ചുറ്റിപ്പിടിച്ച് വൃന്ദ നടത്തിച്ചു കൊണ്ടുപോയി. തിരിഞ്ഞു നോക്കി ഉണ്ണിമോൾ നടന്നു. കുടിച്ച് ബോധമില്ലാതെയാടി അയാൾ പറഞ്ഞത്. ഇനി അയാളെ കണ്ട നമുക്ക് മിണ്ടണ്ട. കുടിയൻ, വൃത്തികെട്ടവനാ. ഉണ്ണിമോൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ചന്ദ്രദാസ് താടിയുഴിഞ്ഞ് ചിരിക്കുന്നത് കണ്ടു. രണ്ടിനെയും തൂക്കി കേറ്റട്ടെ സാറേ. സക്കീർ അടുത്തേക്ക് ചെന്നു. വേണ്ടടാ, നീ കരുതിയതുപോലെ അവരെ കടത്തിക്കൊണ്ടു പോകാനൊന്നുമല്ല ഞാൻ വന്നത്. എൻ്റെ ഉദ്ദേശം ഇത് തന്നെയായിരുന്നു. ഒരു ബോംബാ അവരുടെ മനസ്സിൽ വെച്ച് ഞാൻ വിട്ടത്. ചന്ദ്രദാസ് ചിരിച്ചു. കുട്ടികൾ റോഡിൽ നിന്ന് മറഞ്ഞു. തട്ടിക്കൊണ്ടു പോയിട്ടൊന്നും അവരുടെ മനസ്സിൽ ഇടം നേടാൻ എനിക്ക് കഴിയില്ല. എനിക്ക് എൻ്റെ 3 മക്കളെയും അവരുടെ അമ്മയെയും വേണം. പൂർണ്ണ മനസ്സോടെ അവർ എൻ്റെ അടുത്ത് വരും. ഞാൻ അവരുടെ അച്ഛനാണെന്ന തിരിച്ചറിവോടെ. അതിനുള്ള വഴിമരുന്നാ ഞാൻ ഇട്ടത്. പുകഞ്ഞു കത്തി പൊട്ടിച്ചിതറാൻ ഇനി അധിക സമയം വേണ്ട. ചന്ദ്രദാസ് പൊട്ടിച്ചിരിച്ചു. ട്യൂഷന് പോകുന്ന വീടിന് മുന്നിലെത്തിയപ്പോൾ ഉണ്ണിമോൾ റോഡിൽ നിന്നു. ഇന്ന് ട്യൂഷന് പോകണ്ട, വീട്ടിൽ പോവാം അവൾ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ ചെന്ന് അച്ഛനോട് പറയാനോ? പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് നിനക്കറിയില്ലേ? അച്ഛൻ ചെന്ന് അയാളെ ചവിട്ടിക്കൊല്ലും. നമ്മൾ അച്ഛൻ്റെ മക്കളല്ലെന്ന് ഒരാൾ പറഞ്ഞാൽ അച്ഛന് സഹിക്കുമോ? അച്ഛൻ്റെ ഒരടിക്കില്ല അയാൾ. ഉണ്ണിമോൾ ഞെട്ടി. നമുക്കിത് ചേച്ചിയോട് പറയാം, അല്ലെങ്കിൽ ചേച്ചി അയാളെ കണ്ട മിണ്ടാൻ ചെല്ലും. എടി, നീ എന്തിനാ വിഷമിക്കുന്നേ? അയാൾക്ക് കുടിച്ചപ്പോൾ ഉണ്ടായ ഭ്രാന്താ. കുടിയന്മാർ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. വൃന്ദ ആശ്വസിപ്പിച്ചു. അമ്മയോട് പറയണ്ടല്ലേ? കൊള്ളാം, അമ്മ സഹിക്കുമോ? അപ്പം തന്നെ അച്ഛനോട് പറയും. നീ വാ. രമചേച്ചി മുറ്റത്ത് നിന്ന് നമ്മളെ നോക്കുവാ. വാടി, നാളെ ടെസ്റ്റ് പേപ്പർ ഉള്ളതാ. എനിക്ക് വയ്യ, വീട്ടിൽ പോയാൽ മതി. വാ പെണ്ണേ. ഉണ്ണിമോളുടെ കൈപിടിച്ച് വൃന്ദ ട്യൂഷന് പോകുന്ന വീട്ടിലേക്ക് നടന്നു. മുറിയിൽ നിന്ന് ഇറങ്ങാതെ വന്ദന കട്ടിലിൽ ഒരേ കിടപ്പായിരുന്നു. താൻ വീട്ടിലെത്തിയ വിവരം അമ്മ ഇതുവരെയും അറിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മ അടുക്കളയിൽ തളർന്നു കിടപ്പുണ്ട്. അവിടെ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാവില്ല. എങ്ങനെ എഴുന്നേൽക്കാൻ? മുറ്റത്ത് വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടതും വന്ദന പിടഞ്ഞ് എഴുന്നേറ്റു. അച്ഛൻ ജഡം കണ്ടിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. അവളിൽ വിറയലുണ്ടായി. ജനലിന് മുന്നിലേക്ക് പതുങ്ങി വന്ന് പുറത്തേക്ക് നോക്കി. വണ്ടിയിൽ നിന്നിറങ്ങുന്ന മുകുന്ദനുണ്ണിയുടെ മുഖം കണ്ടതും അവൾ ഭയന്നുപോയി. അതുവരെ കാണാത്ത അച്ഛൻ്റെ മുഖം. അവൾ അകത്തേക്ക് തലവലിച്ചു. മുകുന്ദനുണ്ണി വരാന്തയിൽ കയറി. താൻ ഇറങ്ങിപ്പോയ നിലയിൽ വാതിൽ തുറന്നു കിടക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. കുട്ടികളാരും തിരിച്ചെത്തിയിട്ടില്ല. അയാൾ അകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. മുകുന്ദനുണ്ണി നേരെ അടുക്കളയിലേക്ക് ചെന്നു. ദേവയാനി നിലത്ത് ചുരുണ്ട് കിടപ്പുണ്ടായിരുന്നു. അയാൾ ഒരു ഗ്ലാസ് എടുത്ത് സ്ലാബിൽ വെച്ചു. അരയിൽ തിരികിയിരുന്ന മദ്യക്കുപ്പിയെടുത്ത് അടപ്പ് ഞെരിച്ച് പൊട്ടിച്ചു. സെലിബ്രേഷൻ റമ്മിൻ്റെ ഫുൾ ബോട്ടിലായിരുന്നു അത്. ഗ്ലാസിൻ്റെ പകുതിയോളം മദ്യമൊഴിച്ച് പൈപ്പിന് നേരെ ഗ്ലാസ് പിടിച്ച് അയാൾ ടാപ്പ് തുറന്നു. വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ ദേവയാനി എഴുന്നേറ്റിരുന്നു. ദാഹം തീർക്കാനെന്ന പോലെ മുകുന്ദനുണ്ണി മദ്യം വലിച്ചു കുടിച്ചു. വീണ്ടും ഗ്ലാസ് ഇടിച്ചു വെച്ചിട്ട് അയാൾ മദ്യമൊഴിച്ചു. മുഖം തിരിച്ച് അയാൾ ദേവയാനിയെ നോക്കി. നീ സങ്കടപ്പെടണ്ടടി, നിന്റെ കാമുകനല്ല ചത്തുപൊന്തിയത്. പതുങ്ങി പതുങ്ങി വന്ന വന്ദന അത് കേട്ടു. അയാൾ ഗ്ലാസ് കാലിയാക്കി വെച്ചു. നിന്റെ മറ്റവൻ തിരിച്ചു വന്നടി. അവനെ കണ്ടിട്ടാ ഞാൻ വരുന്നത്. ദേവയാനി കിടുങ്ങിപ്പോയി. എൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചു. മുകുന്ദനുണ്ണിക്ക് അടിതെറ്റി. അയാൾ ഗ്ലാസ്സിലേക്ക് കുപ്പി കമഴ്ത്തി. ദേവയാനി ചുവരിൽ പിടിച്ച് എഴുന്നേറ്റു.
അവനെ കൊല്ലുന്നതിന് മുമ്പ് അവനെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. എൻ്റെ 3 മക്കളുടെയും തന്ത അവനാണെന്ന് ഞാൻ പറഞ്ഞുപോയി. അവിടാ മുകുന്ദനുണ്ണിക്ക് പിഴച്ചുപോയത്. ഇനി അവൻ അറിയാൻ ഒന്നുമില്ല. ഈശ്വരാ, ദേവയാനി വിലപിച്ചു. വന്ദന നടുങ്ങി ചുവരിലേക്ക് അമർന്നു. ആ സത്യം അച്ഛൻ ചന്ദ്രദാസ് അങ്കിളിനോട് തുറന്നടിച്ചു. മുകുന്ദനുണ്ണി ഗ്ലാസ് എടുത്ത് നെഞ്ചിലെ തീ കെടുത്താൻ ശ്രമിച്ചു. ചുണ്ടു തുടച്ചിട്ട് അയാൾ മുരണ്ടു. അവനെ ഞാൻ കൊല്ലും. എൻ്റെ കൈകൊണ്ട് അവൻ തീരും. അവൻ്റെ കാലൻ ഞാനാ. ഇനി പിഴക്കില്ല മുകുന്ദനുണ്ണിക്ക്. ഒഴിഞ്ഞ ബോട്ടിൽ അയാൾ റാക്കിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞു. അവൻ തിരിച്ചു വന്നിരിക്കുന്നത് തനിച്ചല്ല, ഒരു ഗുണ്ടാപ്പടയുമായിട്ടാ. അവന് എൻ്റെ പൊന്നുമക്കളെ വേണമെന്ന്. അവരെ ഞാൻ അവന് വിട്ടുകൊടുത്തിട്ട് നാടുവിടാൻ. ദേവയാനി ഉരുക്കിയൊലിച്ചു. വന്ദനയിൽ കടുത്ത നടുക്കമുണ്ടായി. മുകുന്ദനുണ്ണി ദേവയാനിയുടെ നേരെ തിരിഞ്ഞു. 2 കൈകൊണ്ട് നെഞ്ച് ഉഴിഞ്ഞു. നിനക്ക് സമ്മതമാണോടി മക്കളെ അവന് കൊടുക്കാൻ? ചുവരിൽ തലയുടെ പിൻഭാഗം അടിച്ച് ദേവയാനി കരഞ്ഞു. തൻ്റെ മക്കളുടെ അച്ഛൻ ആരാണെന്ന് സമൂഹത്തോട് പറയേണ്ടത് അമ്മയാ. നീ പറയുന്നവനായിരിക്കും നിന്റെ മക്കളുടെ അച്ഛൻ. മുകുന്ദനുണ്ണിയുടെ സിരകളിൽ ലഹരി പടർന്നു കഴിഞ്ഞു. മക്കൾ എൻ്റേതാണെന്ന് എനിക്കിനി അവകാശപ്പെടാൻ കഴിയില്ലടി. എൻ്റെ കഴിവുകേട് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതല്ലേ. അവൻ നാട്ടുകാരെയും കൂട്ടി ഈ വീടിൻ്റെ പടി കയറി വരുമ്പോൾ നീ എന്നെ ഉത്തരം പറയൂടി? ഉണ്ണിയേട്ടാന്ന് ഹൃദയം പൊട്ടി വിളിച്ചുവെങ്കിലും ദേവയാനിയുടെ കണ്ടത്തിൽ നിന്ന് അത് പുറത്തേക്ക് വന്നില്ല. അമ്മയുടെ അനുവാദമില്ലാതെ ഒരു കോടതിക്കും കുഞ്ഞുങ്ങളുടെ പിതൃത്വം ആവശ്യപ്പെടാൻ കഴിയില്ല. DNA ടെസ്റ്റിന് അമ്മയുടെ സമ്മതം വേണം. എനിക്കറിയേണ്ടത് നീ എന്തു പറയുമെന്നാ. അച്ഛൻ്റെ സ്വരത്തിൽ വന്ന മാറ്റം വന്ദന തിരിച്ചറിഞ്ഞു. ഉറഞ്ഞു തുള്ളിപ്പോയ അച്ഛനല്ല തിരിച്ചു വന്നിരിക്കുന്നത്. ഭയമാണ് അച്ഛൻ്റെ സ്വരത്തിൽ നിഴലിക്കുന്നത്. നീ എന്നതാടി മിണ്ടാത്തത്? ദേവയാനി കുടിനീറിറക്കി. ഞാൻ തെറ്റ് ചെയ്തവളാ. ഉണ്ണിയേട്ടൻ എന്നെ കൊന്നുകളാ. പാപിയാ ഞാൻ. ദേവയാനി അലമുറയിട്ട് കരഞ്ഞു. അവനെല്ലാം എന്നോട് പറഞ്ഞടി. വന്ദന കാതു കൂർപ്പിച്ചു. മുകുന്ദനുണ്ണി കഴിവില്ലാത്തവനാണെന്ന് തെളിയിക്കാൻ ഇപ്പോൾ ആർക്കും കഴിയും. ചോദിക്കുന്നവരോട് മക്കൾ എൻ്റേതല്ലെന്ന് നിനക്ക് പറയാം, പറയാതിരിക്കാം. പക്ഷേ അവൻ്റെ പേര് നീ പറഞ്ഞാൽ നിന്നെ ഞാൻ വാഴപ്പിണ്ടി പോലെ വെട്ടിയെരിയും. വന്ദന ഞെട്ടിവിറച്ചു. ദേവയാനി കണ്ണുകൾ തുടച്ചു. ഉണ്ണിയേട്ടൻ മക്കൾക്കൊപ്പം ജീവിക്കണം. ഞാനിനി ഇവിടെ നിൽക്കാൻ യോഗ്യയല്ല. ഞാൻ പോകേണ്ടവളാ. ഉണ്ണിയേട്ടൻ്റെ മക്കളെ ആവശ്യപ്പെട്ട് ആരും വരില്ല. എൻ്റെ മക്കൾ ഒന്നും അറിയാതിരുന്നാൽ മതി. എന്നും അവരുടെ അച്ഛൻ ഉണ്ണിയേട്ടനായിരിക്കണം. എവിടേക്കാടി നീ പോകുന്നത്? അതുകൂടി പറയടി. അയാളുടെ മട്ടും ഭാവവും മാറി. തറവാട്ടിലേക്ക് പൊയ്ക്കൊള്ളാം. വെല്ലുവിളിയാണല്ലേടി? മുകുന്ദനുണ്ണി കൈവീശി സ്ലാവിലിരുന്ന സ്റ്റീൽ പാത്രങ്ങൾ അടിച്ച് തെറിപ്പിച്ചു. നിനക്ക് പോണം അല്ലേടി? എന്നെ വീണ്ടും വിഡ്ഢിയാക്കാമെന്ന് നീ കരുതിയോ? ദേവയാനി അയാളെ പകച്ചു നോക്കി. മുകുന്ദനുണ്ണി കിതച്ചു. നെറ്റിയിൽ വിയർപ്പുമണികൾ പൊന്തി. നീ ഈ വീട്ടിൽ നിന്നിറങ്ങിപ്പോയാൽ അവൻ ജയിച്ചു. പിഴച്ചു പെറ്റവൾ കാമുകൻ്റെ വരവറിഞ്ഞ് ഒളിച്ചോടിയാൽ മുകുന്ദനുണ്ണി കളത്തിനു പുറത്ത്. അതാണല്ലേടി നിന്റെ മനസ്സിലിരിപ്പ്? അയാളുടെ കണ്ണുകളിൽ ക്രൗര്യത്തിൻ്റെ തിരയിളകി. എൻ്റെ ഏറ്റവും വലിയ ഭീഷണി അവനല്ല, നീയാ. എനിക്ക് പിഴച്ചു പോയതും അവിടെയാ. ഞാൻ ആദ്യം തീർക്കേണ്ടിയിരുന്നത് അവനെയല്ല, നിന്നെയായിരുന്നു. ഇടിമുഴക്കം പോലെ അയാളുടെ വാക്കുകൾ വന്ദനയുടെ കാതിൽ വീണു. ഇനി മുകുന്ദനുണ്ണിക്ക് മേലും കീഴും നോക്കാൻ ഒന്നുമില്ലടി. എൻ്റെ മക്കളെയും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക. നിന്നെ എനിക്ക് വേണ്ടടി. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനും നിന്നെ ഞാൻ അനുവദിക്കില്ല. നീ ജീവിച്ചിരുന്നാൽ മാത്രമേ അവന് നിലനിൽപ്പുള്ളൂ. അയാൾ 2 ചുവട് മുന്നോട്ട് ചെന്നു. നിന്നെ ഞാൻ കൊല്ലുവെടി. കൊന്ന് വാഴത്തോപ്പിൽ കുഴിച്ചു മൂടും. വന്ദന കിടുകിട വിറച്ചു. അടുത്ത ശബ്ദത്തിനായി അവൾ കാതോർത്തു. എൻ്റെ മക്കളെയും കൊണ്ട് ഞാൻ ഈ നാട് വിട്ടു പോകുമ്പോൾ കൂടെ നീയും ഉണ്ടാകുമെന്ന് നാട്ടുകാർ വിശ്വസിച്ചുകൊള്ളും. നാളെ ഞങ്ങൾ ഇവിടം വിടുമെടി. നിന്നെക്കുറിച്ച് മക്കളോടെന്ത് പറയണമെന്ന് എനിക്കറിയാം. അച്ഛൻ പറഞ്ഞാൽ അവരത് വിശ്വസിച്ചുകൊള്ളും. ഇനിയുള്ള കാലം മുകുന്ദനുണ്ണിയും മക്കളും കുടകിൽ ജീവിക്കും. നീ ഇവിടെ വാഴത്തോപ്പിലെ 6 അടി മണ്ണിലും. വന്ദന ചുവരിലേക്ക് മലച്ചു. ദേവയാനിയുടെ അലറിക്കരച്ചിലിനു വേണ്ടി വന്ദന കാതുകൾ തുറന്നു. അടുക്കളയിലേക്ക് പാഞ്ഞു ചെല്ലാൻ വന്ദനയുടെ മനസ്സ് കുതിച്ചു. താൻ എല്ലാം അറിഞ്ഞെന്ന് 2 പേരും മനസ്സിലാക്കട്ടെ. അമ്മ മരിക്കാനും അച്ഛനൊരു കൊലപാതകിയാവാനും പാടില്ല. ആ നിമിഷം ദേവയാനിയുടെ ശബ്ദം വന്നതും വന്ദന അവിടെ ഉറച്ചു നിന്നു. ഉണ്ണിയേട്ടൻ എന്നെ കൊല്ല്.
ഉണ്ണിയേട്ടൻ്റെ കൈകൊണ്ട് മരിക്കുന്നത് സുഹൃതമായിട്ട് ഞാൻ കരുതും. അത്രത്തോളം പാപിയാ ഞാൻ. ദേവയാനി പൊട്ടിക്കരഞ്ഞു. ഉണ്ണിയേട്ടൻ്റെ മുന്നിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കാനുള്ള അർഹത എനിക്കില്ല. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലും സംഭവിക്കാൻ പാടില്ലാത്തതാ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. അറിഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ണിയേട്ടനെ ചതിച്ചിട്ടില്ല. കൈകൾ കൂട്ടിപ്പിടിച്ച് നെഞ്ചിൽ വെച്ച് ദേവയാനി കരഞ്ഞു. അയാൾ അടുക്കള വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് പോയി. ദേവയാനി കുഴഞ്ഞ് നിലത്തേക്ക് വീണു. വന്ദന ചെവിയോർത്തു നിന്നു. കണ്ടം ഞെരിഞ്ഞതുപോലെയുള്ള കരച്ചിൽ അടുക്കളയിൽ നിന്ന് കേട്ടു. അച്ഛൻ അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണെന്ന് അവൾക്ക് തോന്നി. വന്ദന അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. വന്ദനയെ കണ്ടതും ദേവയാനി ഞെട്ടിത്തെറിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കിയതും എല്ലാം അവൾ കേട്ടു എന്ന് ഉറപ്പായി. ശക്തിയായി ദേവയാനി നെഞ്ചിൽ തല്ലി. എൻ്റെ ഈശ്വരാ, കേട്ടു, എല്ലാം ഞാൻ കേട്ടു. എൻ്റെ പാവപ്പെട്ട അച്ഛനെ നിങ്ങൾ ചതിക്കുകയായിരുന്നില്ലേ? എങ്ങനെ മനസ്സ് വന്നു ഞങ്ങളുടെ അച്ഛനോട് ഈ ക്രൂരത ചെയ്യാൻ? നിങ്ങളെയാണോ ഞങ്ങൾ അമ്മയെന്ന് വിളിച്ചത്? വെറുപ്പും അമർഷവും കൊണ്ട് വന്ദന കരഞ്ഞു. മോളെ, ദേവയാനി യാചനയോടെ കേണു. നിങ്ങളോട് ഞങ്ങൾ ആരും പൊറുക്കില്ല. ഞങ്ങൾക്ക് നിങ്ങൾ ആരുമല്ല, ആരും. ഒളിച്ചും പാത്തും പതുങ്ങിയും നിങ്ങൾ അയാളോട് സംസാരിക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ പറഞ്ഞാലൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങളുടെ അച്ഛൻ മുകുന്ദനുണ്ണിയാ. മുകുന്ദനുണ്ണിയുടെ മാത്രം മക്കളാ ഞങ്ങൾ 3 പേരും. നെറ്റിത്തടം കാൽമുട്ടിലടിച്ച് ദേവയാനി കരഞ്ഞു. ഇവിടിരുന്ന് കരയാതെ കടന്നുപോയിക്കോ. എങ്ങോട്ടെങ്കിലും പൊക്കോ. അച്ഛൻ നിങ്ങളെ കൊല്ലുന്നതിനു മുമ്പ് ഇറങ്ങിപ്പോ. വന്ദനയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. എൻ്റെ മോളെ, നിങ്ങളോട് എവിടേക്കെങ്കിലും പോകാനല്ലേ പറഞ്ഞത്? അച്ഛൻ നിങ്ങളെ കൊല്ലുമെന്ന കാര്യം ഉറപ്പാ. അതിനു മുമ്പ് പോകാൻ നോക്ക്. നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട, പൊയ്ക്കോ. ദേവയാനി ദൈന്യതയോടെ അവളെ നോക്കി കരഞ്ഞു. നൊന്തു പ്രസവിച്ച മകൾ, കൈ വളരുന്നോ കാലു വളരുന്നോ എന്ന് നോക്കി ഊട്ടി വളർത്തിയ സ്വന്തം മകൾ. സഹിക്കാനായില്ല ദേവയാനിക്ക്. അവൾ പൊട്ടിക്കരഞ്ഞു. പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഇവിടെ നിന്നാൽ അച്ഛൻ കൊല്ലും. ഞങ്ങൾക്ക് അച്ഛനെ കൂടി നഷ്ടമാവും. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെ വേണം. ആലോചിച്ചിരിക്കാതെ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെട്. ഞങ്ങൾക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യ്. അവൾ അടുക്കള വാതിലിന് നേരെ ഓടി. മുകുന്ദനുണ്ണിയെ അവിടെ എങ്ങും കണ്ടില്ല. വന്ദന മുറ്റത്തേക്ക് ഓടിയിറങ്ങി. ചെവി വട്ടം പിടിച്ചു. എവിടെയോ മൺവെട്ടി വീഴുന്ന ഒച്ച കേട്ടു. തെക്കുഭാഗത്തെ മുറ്റത്തേക്ക് അവൾ ഓടിച്ചെന്നു. വാഴത്തോട്ടത്തിൽ നിന്ന് കുഴിവെട്ടുന്ന മുകുന്ദനുണ്ണിയെ അവൾ കണ്ടു. വന്ദനയ്ക്ക് അലറി വിളിക്കാൻ തോന്നി. പരിസരം മറന്ന് മുകുന്ദനുണ്ണി തൂമ്പായിൽ മണ്ണ് വെട്ടി കോരിയെറിയുകയാണ്. അതൊരു ഹിംസ്ര മൃഗമാണെന്ന് അവൾക്ക് തോന്നി. അമ്മയെ കുഴിച്ചു മൂടാനുള്ള കുഴി ഒരുക്കുകയാണച്ഛൻ. വന്ദന തിരിഞ്ഞോടി. ദേവയാനി കാൽമുട്ടിൽ മുഖം വെച്ചിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ അവളുടെ സമനില തെറ്റി. എഴുന്നേറ്റ് പോ, അച്ഛൻ കുഴി വെട്ടുകയാ, ഇറങ്ങിപ്പോവാനാ പറഞ്ഞത്. അവൾ തുള്ളി വിറച്ചു. ദേവയാനി അനങ്ങിയില്ല. മുന്നോട്ട് ചെന്ന് ദേവയാനിയുടെ കയ്യിൽ പിടിച്ച് അവൾ വലിച്ചു. എണീച്ചു പോ. ദേവയാനിയെ അവൾ വലിച്ചിഴച്ചു. ഞാൻ പോവില്ല. എനിക്ക് മരിക്കണം. എൻ്റെ ഉണ്ണിയേട്ടൻ്റെ കൈകൊണ്ട് എനിക്ക് മരിച്ചാൽ മതി. എനിക്ക് മരിച്ചാൽ മതി. ദേവയാനി നിലത്ത് കിടന്ന് കരഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയെങ്കിലും താ. ആ ദയെങ്കിലും നിങ്ങൾ ഞങ്ങളോട് കാണിക്ക്. ദേവയാനി നെറ്റി നിലത്തടിച്ച് കരഞ്ഞു. എനിക്ക് മരിച്ചാൽ മതി. പൊടുന്നനെ കോളിംഗ് ബെൽ ശബ്ദിച്ചു. വന്ദന പിന്നോക്കം ഞെട്ടിമാറി. അമ്മേ. പുറത്തുനിന്ന് കേട്ടത് വൃന്ദയുടെ സ്വരമായിരുന്നു. ഭയം കൊണ്ട് വന്ദന വിറച്ചു. കുട്ടികളെത്തി. അവരൊന്നും അറിയരുത്. അവരുടെ കണ്ണ് വെട്ടിച്ച് വേണം പോകാൻ. എണീക്ക്. ഇപ്പോൾ ഏതെങ്കിലും മുറിയിലെങ്കിലും പോയി ഒളിച്ചിരിക്ക്. എണീക്ക്. വന്ദന ദേവയാനിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ദേവയാനി വെട്ടിവിറയ്ക്കാൻ തുടങ്ങി. വന്ദന ദേവയാനിയെ പിടിച്ച് വലിച്ച് ഒരു മുറിയിൽ തള്ളിക്കയറ്റി. ഞാൻ അവരെ നോക്കിക്കൊള്ളാം. അതിനിടയ്ക്ക് നിങ്ങൾ സ്ഥലം വിട്ടോണം. ഇനി നിങ്ങളെ ഞാൻ കാണരുത്. വന്ദന മുൻവശത്തേക്ക് ഓടി. അവൾ കണ്ണുകൾ തുടച്ചിട്ട് വാതിൽ തുറന്നു. മൂടിക്കെട്ടിയ മുഖവുമായി ഉണ്ണിമോൾ നിൽപ്പുണ്ടായിരുന്നു. വൃന്ദ താഴെ വെച്ചിരുന്ന ബാഗുകൾ എടുത്തപ്പോൾ വന്ദന വാങ്ങി. ട്യൂഷൻ പെട്ടെന്ന് തീർന്നോ? വന്ദന ചോദിച്ചു. തലവേദനയാണെന്ന് പറഞ്ഞ് ഇവൾ ഇറങ്ങിപ്പോന്നു. വൃന്ദ അകത്തേക്ക് നടന്നു. ഉണ്ണിമോൾ സങ്കടത്തോടെ വന്ദനയെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. എന്നതാ മോളെ?
വന്ദന പകച്ചു. ഉണ്ണിമോൾ പെട്ടെന്ന് വന്ദനയെ ചുറ്റിപ്പിടിച്ച് കരയാൻ തുടങ്ങി. എന്നതാ നിനക്ക് പറ്റിയത് വൃന്ദേ? അമ്പരപ്പോടെ വന്ദന വിളിച്ചു. വൃന്ദ തിരിച്ചു വന്നു. അമ്മ എവിടെ ചേച്ചി? അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുവാ. നിങ്ങൾ ചെന്ന് ശല്യപ്പെടുത്തണ്ട. ഇവളെന്നാത്തിനാ കരയുന്നത്? ടീച്ചർ തല്ലിയോ? അതൊന്നും അല്ല ചേച്ചി. അച്ഛൻ എവിടെ? വൃന്ദ പതിയെ ചോദിച്ചു. അച്ഛൻ പറമ്പിലാ. ചേച്ചി വാ, ഞാൻ പറയാം. വന്ദന രണ്ടുപേരെയും മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചേച്ചി, ആ ചന്ദ്രദാസ് അങ്കിൾ മരിച്ചിട്ടില്ല. സ്കൂൾ വിട്ടു വരുമ്പോൾ ഞങ്ങൾ അയാളെ കണ്ടു. ഒരു തീഗോളം വന്ദനയുടെ ഉള്ളിൽ രൂപം കൊണ്ടു. അവളുടെ ദേഹത്തെ വിറ കൂടി. അയാൾ എന്നാ പറഞ്ഞു? വൃന്ദ സങ്കടത്തോടെ ഉണ്ണിമോളെ നോക്കി. അയാൾ ചീത്തയാ ചേച്ചി. അയാളെ കണ്ട ചേച്ചി ഇനി മിണ്ടാൻ പോവണ്ട. ഉണ്ണിമോളെ പിടിച്ച് വന്ദന കട്ടിലിൽ ഇരുന്നു. അയാൾ പറയുവാ അയാളെ ഡാമിൽ തള്ളിയിട്ടത് അച്ഛനാണെന്ന്. വന്ദന കിടുങ്ങിപ്പോയി. എന്നിട്ട് വന്ദനയുടെ നെഞ്ച് പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. ചേച്ചി അച്ഛനോടും അമ്മയോടും പറയല്ലേ. അച്ഛൻ അയാളെ കൊല്ലും, ഉറപ്പായും കൊല്ലും. നീ പറ മോളെ, ഞാൻ ആരോടും പറയില്ല. അയാൾ പറയുവാ അമ്മയെ ആദ്യം കല്യാണം കഴിച്ചത് അയാളാണെന്ന്, പിന്നെ നമ്മുടെ അച്ഛൻ അയാളാണെന്ന്. വന്ദന ജീവനോടെ കത്തിയിരിഞ്ഞു. ഉണ്ണിമോള് വാട്ടർ ബോട്ടിൽ കൊണ്ട് അയാളെ തല്ലി. പിടിച്ചു വലിച്ചാ ഞാൻ ഇവളെയും കൊണ്ട് പോന്നത്. അയാളുടെ കൂടെ വേറെയും ആളുകളുണ്ട്. പിന്നെ ചേച്ചി, അയാൾ വിളിച്ചു പറയുക അയാളെ കൊല്ലാൻ നോക്കിയതുപോലെ അച്ഛൻ അമ്മയെയും കൊല്ലുമെന്ന്. വന്ദന രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് കരഞ്ഞു. അയാൾ ചീത്തയാ, ചീത്ത. ഉണ്ണിമോൾ പിറുപിറുത്തു. കുടിച്ചു ബോധമില്ലാതെയാ ചേച്ചി അയാളത് പറഞ്ഞത്. എത്ര പറഞ്ഞിട്ടും ഇവൾക്കത് മനസ്സിലാവുന്നില്ല. അപ്പ തുടങ്ങിയ കരച്ചിലാ. ഓരോ ഗോഷ്ടികൾ കാണിക്കുക ഇവൾ. വൃന്ദ ഉണ്ണിമോളെ നോക്കി പറഞ്ഞു. സാരമില്ല മോളെ, അയാൾ സ്വബോധത്തോടെയല്ലാതെ പറഞ്ഞതല്ലേ. കുടിയന്മാർ അങ്ങനെയാ. എന്നാ പറയുന്നതെന്നൊന്നും അവർക്കറിയത്തില്ല. അയാൾ പറഞ്ഞാൽ അച്ഛൻ നമ്മളുടേതല്ലാതാവുമോ? വന്ദന ഉണ്ണിമോളുടെ കണ്ണു തുടച്ചു. നിങ്ങൾ കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വാ. ചേച്ചി ചായ എടുക്കാം. ഇതത്ര കാര്യമാക്കാൻ എന്തിരിക്കുന്നു? അച്ഛൻ ജയിലിൽ പോയപ്പോൾ പോലും നമ്മൾ പിടിച്ചു നിന്നില്ലേ. പിന്നെയാ ഒരു കുടിയൻ്റെ വാക്ക്. ചിരി വരുത്തി വന്ദന മുറി വിട്ടു. അവരും ആ സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അയാൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി എന്ന് വിശ്വസിക്കാം. വന്ദന അടുക്കളയിലേക്ക് ചെന്ന് ചായയ്ക്ക് വെള്ളം വെച്ചു. വൃന്ദ മുറ്റത്തേക്കുള്ള ബാത്റൂമിലേക്ക് പോകുന്നത് കണ്ടു. ഉണ്ണിമോൾ അകത്ത ബാത്റൂമിലാണ് കുളിക്കാറ്. വന്ദന വേഗം ദേവയാനിയുടെ മുറിയിലേക്ക് ഓടി. ദേവയാനി കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുന്നത് കണ്ടു. വന്ദനയുടെ ഉടൽ പെരുത്തു കയറി. നിങ്ങൾ പോകാൻ ഇതുവരെയും തയ്യാറായില്ലേ? അവർ കുളിക്കാൻ കയറി. വേഗമൊന്ന് എഴുന്നേറ്റ് സ്ഥലം വിട്. ദേവയാനി കേട്ടതായി ഭാവിച്ചില്ല. എല്ലാവരെയും കൊല്ലിച്ചേ നിങ്ങൾക്കിത് മതി വരത്തുള്ളോ? സഹികെട്ട് അവൾ ചോദിച്ചു. ദേവയാനിക്ക് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കുലച്ചു നിൽക്കുന്ന വാഴത്തോപ്പിൽ അച്ഛൻ കുഴി വെട്ടുന്നതെന്തിനാണെന്ന് ഇനിയും മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നിങ്ങളെ കൊന്ന് കുഴിച്ചു മൂടാനാ. എഴുന്നേറ്റ് പോ. എനിക്ക് ഉണ്ണിയേട്ടൻ്റെ കൈകൊണ്ട് മരിച്ചാൽ മതി. ഉണ്ണിയേട്ടൻ എന്നെ കൊന്നോട്ടെ. എനിക്കിനി മരിച്ചാൽ മതി. വന്ദന നെറ്റിയിൽ കൈകൊണ്ട് തല്ലി. ചേച്ചി. വൃന്ദയുടെ ഭയന്നുള്ള വിളി കേട്ട് വന്ദന അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. പുറത്തെ വാതിൽപ്പടിയിൽ വൃന്ദ തുണിയുമായി നിൽക്കുന്നു. എന്നാ? കുളിമുറിയിൽ വലിയൊരു തവളയിരിക്കുന്നു. വന്ദന ചെന്ന് തവളയെ പുറത്ത് ചാടിച്ചു. അച്ഛൻ എന്താ പണി നിർത്താറായില്ലേ? നീ കയറി കുളിക്ക്. വൃന്ദ ബാത്റൂമിൽ കയറി വാതിലടച്ചു. വന്ദന നേരെ തെക്കേ മുറ്റത്തേക്ക് ചെന്നു. മറ്റൊരു സ്ഥലത്ത് നിന്ന് മുകുന്ദനുണ്ണി കുഴി വെട്ടുന്നത് അവൾ കണ്ടു. വന്ദന അങ്ങോട്ട് ചെന്നു. കുലച്ചു നിന്നതും കുല വെട്ടിയതുമായ വാഴത്തടത്തിൻ്റെ മധ്യത്ത് 3 കുഴികൾ അയാൾ തീർത്തിരുന്നു. മൂന്നാമത്തെ കുഴിക്ക് നല്ല ആഴമുണ്ട്. 6 അടി നീളത്തിലായിരുന്നു ആ കുഴി. കുഴിയിൽ ഇറങ്ങി നിന്ന് അയാൾ മണ്ണ് കോരി തലയ്ക്ക് മുകളിലൂടെ പുറത്തേക്ക് എറിഞ്ഞു. തലയിലേക്ക് മണ്ണ് ചിതറി വീഴുന്നുണ്ടായിരുന്നു. അവൾ ചെന്ന് നിന്നതൊന്നും അയാൾ അറിഞ്ഞില്ല. അച്ഛാ. തൊണ്ടയിടറി അവൾ വിളിച്ചു. മൺവെട്ടി താഴെ വെച്ച് അയാൾ അവളെ നോക്കി വാത്സല്യത്തോടെ ചിരിച്ചു. നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങുന്ന വിയർപ്പ്, വിയർപ്പിൽ കുതിർന്ന ഷർട്ട്, ദേഹത്തും മുഖത്തും തലമുടിയിലും മണ്ണ് പുരണ്ടിട്ടുണ്ട്. ഉണ്ണിമോളും വൃന്ദയും വന്നില്ലേ മോളെ? വിരൽ കൊണ്ട് അയാൾ നെറ്റിയിലെ വിയർപ്പ് വടിച്ചു കളഞ്ഞു. വന്നു. നിങ്ങൾ ഒന്നിച്ചാണോ വന്നത്? അവൾ മൂളി.
എന്നാത്തിനാ അച്ഛൻ ഇവിടെ കുഴി വെട്ടുന്നത്? വന്ദനയുടെ ഒച്ചയിടറി. വേണം മോളെ. അയാൾ മൺവെട്ടിയെടുത്തു. വലിയ കുഴിയല്ലേ അച്ഛാ? അവൾ കരച്ചിൽ കടിച്ചമർത്തി. കുഴിച്ചിടാനാ മോളെ? അവൾ ഞെട്ടി. കുഴിച്ചിടാനോ? എന്നെ കുഴിച്ചിടാൻ? എനിക്ക് ആവശ്യമില്ലാത്തതൊക്കെ കുഴിച്ചിടണം. അത് വാഴയ്ക്ക് വളമാകും. മോള് ചെല്ല്. അച്ഛനിത് ഇന്ന് തന്നെ തീർക്കണം. അച്ഛൻ കേറി വാ. സന്ധ്യയായില്ലേ? അവൾ കെഞ്ചി. കുഴി തീർക്കാതെ വരാൻ പറ്റില്ല. കുഴി തീർത്തിട്ട് അച്ഛൻ വന്നോളാം. പൊക്കോ. അയാൾ ജോലി തുടർന്നു. അവൾ തിരിഞ്ഞു നടന്നു. അച്ഛന് അമ്മയെ കൊല്ലാൻ കഴിയില്ല എന്ന് അവൾക്ക് തോന്നി. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അമ്മയെ ഒന്ന് തല്ലാൻ പോലും അച്ഛന് തോന്നിയില്ല. അടിയുടെ ഒരൊച്ച പോലും താൻ കേട്ടില്ല. പക്ഷേ ആഴത്തിൽ കുഴി വെട്ടി. കുഴിച്ചു മൂടാൻ എന്താ ഉള്ളത്? കരഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് വന്നു. സ്റ്റൗവിൽ വെള്ളം വെട്ടിത്തിളയ്ക്കുകയാണ്. തിളച്ചു മറിയുന്ന വെള്ളത്തിലേക്ക് അവൾ തേയിലയിട്ടു. വെള്ളത്തിന് ചോരയുടെ നിറമായി. നിലത്തിരുന്ന് കുഞ്ഞുമോൻ ഗ്ലാസുകളിലേക്ക് മിലിട്ടറി റം ഒഴിച്ചു. ചന്ദ്രദാസ് കസേരയിൽ ഇരിപ്പുണ്ട്. കട്ടിലിൽ ഉത്തമനും വേണുവും മട്ടാഞ്ചേരി സക്കീറും ഇരുന്നു. എൻ്റെ സാറേ, ഇതൊരു ഞെട്ടിപ്പീര് സംഭവം തന്നെ. റമ്മിൻ്റെ ഗ്ലാസ് എടുത്ത് ഉത്തമൻ പറഞ്ഞു. ഇനി എന്നതാ സാറിൻ്റെ തീരുമാനം? എന്തിനും ഞങ്ങൾ ഈ നാട്ടുകാർ സാറിൻ്റെ കൂടെയുണ്ട്. അവൻ ഇവിടെ കിടന്ന് പുളച്ചത് ചില്ലറയൊന്നുമല്ല. ഉത്തമൻ മുഴുവൻ അമർഷവും പ്രകടിപ്പിച്ചു. ഒറ്റപ്പിടിക്ക് ഉത്തമൻ ഗ്ലാസ് കാലിയാക്കി വെച്ചു. മിച്ചർ വാരി വായിലിട്ട് ചവച്ചു. എനിക്കെൻ്റെ മക്കളെ വേണം. അതിൽ കവിഞ്ഞൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ പെൺമക്കളെ അവന് വിട്ടുകൊടുക്കും? ഒരച്ഛനല്ലേ ഞാൻ? ചന്ദ്രദാസ് വേദന നടിച്ചു. ഇനി ആ കുട്ടികളെ മുകുന്ദേട്ടൻ്റെ കൂടെ നിർത്തുന്നത് കുറച്ച് റിസ്ക്കാ. പ്രായം തികഞ്ഞ പെങ്കൊച്ചുങ്ങളാ. അച്ഛനാണെന്ന ചിന്തയൊന്നും അയാൾക്ക് ഉണ്ടാവുകയില്ല. പോരാത്തതിന് നാണം കെട്ടതിൻ്റെ വാശിയും. എന്തും സംഭവിക്കാം. കുഞ്ഞുമോൻ ഗ്ലാസ് ഒഴിച്ചു വെച്ചു. ഉത്തമൻ അർദ്ധഗർഭമായി തലയാട്ടി. അതാണ് കുഞ്ഞുമോനെ എൻ്റെയും ഭയം. ചന്ദ്രദാസ് അനുകൂലിച്ചു. ഇനി മുകുന്ദന് എന്നതായാലും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നാട്ടുകാരോട് അവൻ എന്നാ മറുപടി പറയും? കൊലക്കേസിന് അകത്തു പോയതുപോലല്ല ഇത്. എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. ഉത്തമൻ ഗ്ലാസ് എടുത്ത് പകുതി റം കുടിച്ചു. മുകുന്ദനും കുടുംബവും നാടുവിടും. അതല്ലാതെ മുകുന്ദൻ്റെ മുന്നിൽ വേറൊരു വഴിയുമില്ല. ചന്ദ്രദാസിൻ്റെ മനസ്സ് ജാഗരൂകമായി. ഉത്തമൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. അതാണ് സാറേ നടക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ നടന്നതൊക്കെ സാറ് പോലീസിനോട് തുറന്നു പറയണം. വധശ്രമത്തിൻ്റെ പേരിൽ മുകുന്ദൻ ഉണ്ണിയെ കേസിൽ കൊടുക്കണം. സാക്ഷി പറയാൻ കുഞ്ഞുമോനും വേണുവുമില്ലേ? ഞങ്ങൾ റെഡി. വേണു സമ്മതിച്ചു. അതല്ലെങ്കിൽ നാളെ രാവിലെ സാറ് മുകുന്ദൻ ഉണ്ണിയുടെ വീട്ടിലേക്ക് ചെല്ലണം. പിള്ളേരൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ടല്ലോ. മക്കളെ വിട്ടുതരാൻ സാറ് പറയണം. കൂടെ ഞങ്ങളും വരാം. മുകുന്ദന് എന്നാ പറയാൻ പറ്റും? മക്കൾ തൻ്റേതാണെന്ന് അവന് പറയാൻ പറ്റുമോ? അതിനിച്ചിരി പുളിക്കും. ഉത്തമൻ്റെ പറച്ചിൽ കേട്ട് എല്ലാവരും ചിരിച്ചു. മുകുന്ദൻ നാവടക്കി നിൽക്കും. ഇനി അഥവാ അവൻ എന്തെങ്കിലും തറ വിരട്ട് കാണിച്ചാൽ ഞങ്ങൾ സംസാരിച്ചു കൊള്ളാം. ഉത്തമൻ ഗ്ലാസ് കാലിയാക്കി. കുഞ്ഞുമോൻ അടുത്ത പെഗ് ഉത്തമൻ്റെ കയ്യിൽ കൊടുത്തു. ചന്ദ്രദാസ് തലയാട്ടി. ആദ്യം സാറ് ചെന്ന് മക്കളെ ആവശ്യപ്പെട്. വിട്ടു തന്നില്ലെങ്കിൽ വധശ്രമത്തിന് കേസ് കൊടുക്കുമെന്ന് പറയണം. 3 മക്കളും സാറിൻ്റേതാണെന്നിരിക്കെ ഇനി എന്നാ പേടിക്കാനാ? നാണം കെട്ട് മുകുന്ദൻ നാടുവിടും. മക്കളെ സാറിനും കിട്ടും. അവൻ അവരെയും കൊണ്ട് സ്ഥലം വിടാൻ പാടില്ല. നാളെ രാവിലെ അവനെ കാണണം. എന്നിട്ട് പോലീസിൽ കേസ് കൊടുക്കണം. ഇനി എനിക്ക് വിശ്രമമില്ല. ചന്ദ്രദാസ് ആത്മകഥമെന്നോണം പറഞ്ഞു. കുട്ടികൾക്ക് ചായയും പലഹാരവും എടുത്ത് വന്ദന പ്ലേറ്റുകളിൽ വെച്ചു. 2 പേരും ഡൈനിങ് റൂമിലേക്ക് വന്നു. അമ്മ എണീറ്റില്ലേ? വൃന്ദ ചോദിച്ചു. അമ്മ കുറച്ചു നേരം കിടക്കട്ടെ. നിങ്ങൾ ചായ കുടിക്ക്. ഞാൻ വിളക്ക് വെച്ചിട്ട് വരാം. വന്ദന ദേവയാനി കിടന്ന മുറിയിലേക്ക് നടന്നു. അമ്മ രക്ഷപ്പെട്ടു പോയില്ലെങ്കിൽ എന്ന പ്രാർത്ഥനയായിരുന്നു അവൾക്ക്. മുറിയിൽ കയറി ലൈറ്റിട്ടപ്പോൾ ദേവയാനി കട്ടിലിൽ ചുരുണ്ട് കിടപ്പുണ്ട്. നിങ്ങൾ എല്ലാം തുലച്ചിട്ടേ അടങ്ങൂ അല്ലേ? മുറ്റത്ത് നിന്നും മുകുന്ദൻ ഉണ്ണിയുടെ സ്വരം അകത്തേക്ക് വന്നു. മുറ്റത്തെ ലൈറ്റിടും മക്കളെ. അച്ഛൻ വന്നു. ഇനി അമ്മയ്ക്ക് രക്ഷപ്പെട്ടു പോകാനാവില്ല. ഇനി നിങ്ങളുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. നിങ്ങളെ കൊന്ന് അച്ഛൻ ജയിലിൽ പോകും. ഞങ്ങളെ വന്ന് അയാൾ തന്നെ കൊണ്ടുപോകും. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലായി.
മനസ്സിൽ ഇരമ്പി വന്ന അമർഷം അടക്കിപ്പിടിച്ച് വന്ദന ഹാളിലേക്ക് പോയി. അവൾ മുറ്റത്തെ ലൈറ്റിട്ടു. വന്ദന വരാന്തയിലേക്ക് ഇറങ്ങി. മുറ്റത്തെ സിമന്റ് ഭിത്തിയിൽ മുകുന്ദനുണ്ണി വെട്ടുകത്തി തേച്ചു മിനുക്കുന്നത് അവൾ കണ്ടു. സിമന്റ് പാളിയിൽ വായ്ത്തല ഉരസിയപ്പോൾ വല്ലാത്തൊരു ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു. വന്ദന വിറങ്ങലിച്ച് നിന്നു. വൃന്ദയും ഉണ്ണിമോളും അങ്ങോട്ടേക്ക് വന്നു. മൂർച്ച നോക്കിയിട്ട് മുകുന്ദനുണ്ണി തിരിഞ്ഞു. 3 മക്കളെയും വരാന്തയിൽ ഒന്നിച്ചു കണ്ടപ്പോൾ അയാൾ ചിരിച്ചു. എന്നാ നോക്കി നിൽക്കുവാ? എന്തിനാ അച്ഛൻ വെട്ടുകത്തി തേക്കുന്നേ? വൃന്ദ തിരിച്ചു ചോദിച്ചു. പന്നിയുടെ ശല്യമുണ്ട് മക്കളെ. ഇന്നലെ പശുത്തൊഴുത്തിൽ ചെന്ന് കയറി. അച്ഛൻ പന്നിയെ കൊല്ലാൻ പോവുക? കൊല്ലണം മക്കളെ. നമ്മളെ ജീവിക്കാൻ അനുവദിക്കാത്ത എല്ലാത്തിനെയും കൊല്ലണം. ആലില പോലെ വന്ദന വിറച്ചു. മക്കൾ പോയിരുന്ന് പഠിക്ക്. 3 പേരും അകത്തേക്ക് നടന്നു. ചേച്ചി, അച്ഛനോടൊന്നും പറഞ്ഞില്ലല്ലോ. വെട്ടുകത്തി തേക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. നടക്കുമ്പോൾ വൃന്ദ പറഞ്ഞു, അച്ഛൻ അമ്മയെ കൊല്ലും. ആ കാര്യത്തിൽ ഇനിയൊരു സംശയവുമില്ല. വന്ദനയുടെ മനസ്സ് അടിവരയിട്ട് മന്ത്രിച്ചു. മുകുന്ദനുണ്ണി ഇടതു കൈയിലെ പെരുവിരൽ വെട്ടുകത്തിയുടെ വായ്ത്തലയിൽ അമർത്തി മൂർച്ച പരിശോധിച്ചു. വിരൽ മുറിഞ്ഞ് നീങ്ങുന്നതൊന്നും അയാൾ അറിഞ്ഞില്ല. തനിക്കും തൻ്റെ മക്കൾക്കും ഈ വീട്ടിലെ അവസാന രാത്രിയാണിന്ന്. അയാളുടെ മനസ്സ് മന്ത്രിച്ചു. ഉണ്ണിമോളും വൃന്ദയും ടേബിളിന് മുന്നിലിരുന്ന് ഹോംവർക്ക് ചെയ്യുന്നത് നോക്കി വന്ദന കട്ടിലിൽ ഇരുന്നു. കുട്ടികളുടെ മുന്നിൽ കരഞ്ഞു പോകരുതേ എന്ന പ്രാർത്ഥനയായിരുന്നു അവൾക്ക്. ചേച്ചിക്ക് പഠിക്കാനില്ലേ? വൃന്ദ ചോദിച്ചു. ഇനി പഠിച്ചിട്ട് എന്ത് നേടാനാണെന്ന് വന്ദന ഓർത്തു. കുഴിയൊരുക്കി വെട്ടുകത്തിക്ക് മൂർച്ച കൂട്ടി അച്ഛൻ കാത്തിരിക്കുന്നു, മക്കളൊന്ന് ഉറങ്ങിക്കിട്ടാൻ. ഇതുപോലൊരു രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് അച്ഛൻ ചന്ദ്രദാസ് അങ്കിളിനെ തേടിപ്പോയത്. പിറ്റേന്നും അടുത്ത ദിവസവും ഒരു കൂസലും കൂടാതെ അച്ഛൻ എല്ലാവരോടും പെരുമാറി. ഒരു ക്രൂരകൃത്യം ചെയ്ത ഒരു ഭാവവും അച്ഛൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. ചേച്ചി, വൃന്ദ വിളിച്ചപ്പോൾ അവൾ ഞെട്ടി ഉണർന്നു. പിന്നെ ആ അങ്കിൾ ഞങ്ങളോട് പറഞ്ഞത് അമ്മയോട് പറയല്ലേ? ഇല്ല, പറഞ്ഞാൽ അമ്മയത് അച്ഛനോട് പറയും. മുമ്പ് ടോണി കോട്ടൂരാനോട് അച്ഛൻ ചെയ്തത് അറിയാവല്ലോ. അച്ഛൻ വെട്ടുകത്തി തേക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നിയതാ. അവളുടെ മനസ്സിൽ നിന്നത് പോയിട്ടില്ല എന്ന് വന്ദനയ്ക്ക് മനസ്സിലായി. നിങ്ങൾ പഠിക്ക്. വന്ദന മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അടുക്കളയിൽ ചെന്നിരുന്ന് ഒച്ച വരാതെ അവൾ കരഞ്ഞു. അമ്മയെ കൊല്ലരുതെന്ന് അച്ഛനോട് ചെന്നെന്ന് പറയാൻ തനിക്ക് കഴിയുമോ? ഇപ്പോഴും മക്കൾ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന വിശ്വാസത്തിലാണ് അച്ഛൻ. മക്കളെല്ലാം അറിഞ്ഞെന്ന് ഉറപ്പായാൽ അച്ഛനെ ഈ നിലയിൽ കാണാനാവില്ല. പിന്നെ ഭ്രാന്ത് തന്നെയാവും. മനസ്സൊന്ന് തണുക്കുമ്പോൾ അമ്മയോട് ക്ഷമിക്കാൻ അച്ഛന് തോന്നില്ലേ? ജീവനെ പോലെ സ്നേഹിച്ചതല്ലേ അമ്മയെ. ദേവു എന്ന വിളിക്ക് തന്നെ ഒരിമ്പമുണ്ട്. അച്ഛൻ അമ്മയെ കൊല്ലില്ല എന്ന് ഉറപ്പിക്കാനും കഴിയില്ല. അച്ഛനത് ചെയ്താൽ പിന്നെ തൻ്റെ മനസ്സിൽ അച്ഛനുണ്ടാവില്ല. സ്നേഹിച്ച അതേ മനസ്സുകൊണ്ട് അച്ഛനെ വെറുത്തുപോകും. മുഖം കഴുകി തുടച്ചിട്ട് അവൾ ഹാളിൽ വന്നു. പുറത്തേക്കുള്ള വാതിൽ തുറന്ന് കിടക്കുകയാണ്. ജനലിലൂടെ അവൾ വരാന്തയിലേക്ക് നോക്കി. മുകുന്ദനുണ്ണി കാവൽക്കാരനെ പോലെ വരാന്തയിൽ കിടന്ന കസേരയിൽ ഇരിക്കുന്നു. കുളിച്ച് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. കാൽക്കൽ വെട്ടുകത്തിയും ടോർച്ചും ഇരിപ്പുണ്ട്. മനസ്സ് തണുത്തു തുടങ്ങിയെങ്കിൽ ദൈവമേ. മുറിയിൽ ചെന്ന് അവൾ ദേവയാനിയെ നോക്കി. അതേ കിടപ്പ് തന്നെ. വൃന്ദയും ഉണ്ണിമോളും അങ്ങോട്ട് വന്നു. അമ്മേ. വൃന്ദ ചെന്ന് പുറംതിരിഞ്ഞു കിടന്ന ദേവയാനിയെ പിടിച്ചു. ഉണ്ണിമോൾ നെറ്റിയിൽ കൈവച്ച് നോക്കി. തലവേദന കുറവില്ലേ അമ്മേ? ദേവയാനി തിരിയാതെ ഒന്ന് മൂളുക മാത്രം ചെയ്തു. നിങ്ങൾ ചെന്നിരുന്ന് പഠിക്ക്. വിഷമത്തോടെ 2 പേരും മുറി വിട്ടു. മുറിയിൽ ലൈറ്റ് കിടക്കട്ടെ എന്ന് കരുതി വന്ദന അണച്ചില്ല. 9 മണിയായപ്പോൾ വൃന്ദ പഠിപ്പ് നിർത്തി. വിശക്കുന്നു ചേച്ചി. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചോ എന്നറിയില്ല, ഞാൻ നോക്കട്ടെ. അവൾ വരാന്തയിലേക്ക് ചെന്നു. ഗേറ്റിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് മുകുന്ദനുണ്ണി. അച്ഛാ. വിളി കേട്ട് അയാൾ മുഖം തിരിച്ചു. എന്നതാ മോളെ? തലവേദനയായിട്ട് അമ്മ കിടക്കുക. അതെന്നാ പറ്റി ഒരു തലവേദന? അയാൾ അജ്ഞത ഭാവിച്ചു. ഞാൻ വന്നപ്പോൾ മുതൽ കിടക്കുക. എഴുന്നേൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. അച്ഛൻ അത്താഴം കഴിക്കാൻ വാ. ഇന്നിനി ഒന്നും കഴിക്കാനുള്ള വിശപ്പില്ല മോളെ. വൈകിട്ട് കപ്പപ്പുഴുക്കും ചിക്കൻ കറിയും കഴിച്ചതാ അശോകൻ്റെ വീട്ടിൽ നിന്ന്. അവൻ്റെ വെറ്റിലക്കൊടി ഇറക്കി വെച്ചു. പറയുന്നത് മുഴുവനും കള്ളമാണെന്ന് അവൾക്കറിയാമായിരുന്നു.
ദേവു എണീച്ചില്ലെങ്കിൽ നിങ്ങൾ കഴിച്ചിട്ട് കിടന്നോ? അവൾ തലയാട്ടി. ചന്ദ്രദാസങ്കിൾ തിരിച്ചു വന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഓർക്കാപ്പുറത്തുള്ള അവളുടെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടി. ബസ്സിന്നിറങ്ങിയപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടതാ. വന്ദന കൂട്ടിച്ചേർത്തു. ഞാൻ പറഞ്ഞതല്ലേ അയാൾ ആരോടും പറയാതെ എങ്ങോട്ടോ പോയതാണെന്ന്. അയാൾ തിരിച്ചു വന്നെന്ന വിവരം കുഞ്ഞുമോൻ എന്നെ വിളിച്ചു പറഞ്ഞു. അയാൾ വന്നാലും പോയാലും നാട്ടുകാർക്കൊന്നുമില്ല. ഡാമിൽ വീണിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഉണ്ടായ ജിജ്ഞാസയാ ആളുകൾക്ക്. അതിപ്പോൾ തീർന്നു. എത്ര നിസ്സാരമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് എന്ന് അവൾ ഓർത്തു. ഏതോ ഒരാൾ, ആ മോളെ, കുടകിന്ന് ആൽഫി വിളിച്ചു. നമ്മുടെ അടുത്തുള്ള തോട്ടം വിൽക്കാൻ പോവാ. ഭൂമി അളക്കുമ്പോൾ അച്ഛൻ കൂടി വേണമെന്ന്. അതിർത്തി നിശ്ചയിക്കാനാ. അവളുടെ മനസ്സ് കനത്തു. നിങ്ങളാരും നമ്മുടെ തോട്ടം കണ്ടിട്ടില്ലല്ലോ. ഇത്തവണ നമുക്കൊരുമിച്ച് പോകാം. 2-3 ദിവസം അവിടെ താമസിക്കുകയും ചെയ്യാം. ചെറിയൊരു വീടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നാ പോകുന്നത്? പതർച്ചയോടെ അവൾ ചോദിച്ചു. അളവ് മറ്റന്നാളാ. അപ്പോൾ നാളെ നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടണം. നാളെയോ? നാളെ കുട്ടികൾക്ക് ടെസ്റ്റ് പേപ്പറുണ്ട്. വലിയ പരീക്ഷയൊന്നുമല്ലല്ലോ. അവർക്കത് കേൾക്കുമ്പോൾ സന്തോഷമാവും. എത്ര കാലമായി പറയുന്നതാ? മൊഴിമുട്ടി വന്ദന നിന്നു. മോള് ചെന്ന് അവരോട് പറ, ചെല്ല്. യാന്ത്രികമായി അവൾ അകത്തേക്ക് നടന്നു. അച്ഛൻ വെറുതെ അമ്മയോട് പറഞ്ഞതല്ല. എല്ലാം അച്ഛൻ പ്ലാൻ ചെയ്തു കഴിഞ്ഞു. തൊഴുത്തിൻ്റെ ഭാഗത്ത് എന്തോ ഒച്ച കേട്ടപ്പോൾ അയാൾ ടോർച്ചുമെടുത്ത് ഇറങ്ങി. വന്ദന അടുക്കളയിലേക്ക് പോയി. ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നെല്ലനാട് നോവൽസിന് വേണ്ടി സൽമ റോയ്സ്.